കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ എത്തുന്നതുവരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷം അല്പസമയത്തിനകം പ്രതിഷേധിക്കും. ധനസുമോദ് വിശദാംശങ്ങളുമായി സുമോദ്, അപ്പോ ആഭ്യന്തരമന്ത്രിയുടെ അസാന്നിധ്യം വലിയ ആയുധമാക്കി ഉയർത്തുകയാണ് പ്രതിപക്ഷം. ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് നീക്കം. ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ എന്തെല്ലാം തീരുമാനമാണ് എടുത്തത്? ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ, മല്ലികാർജ്ജുന ഖാർഗെയുടെ പാർലമെന്റിലെ ഓഫീസിൽ നടന്ന ഇന്ത്യ സഖ്യ എംപിമാരുടെ യോഗം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എംപിമാർ എല്ലാവരും പാർലമെന്റിന്റെ മന്ദിരത്തിന്റെ പുറത്ത് വന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് പാർലമെന്റിൽ കാണുന്നത്. ഡൽഹിയിൽ മഴയാണ്, പക്ഷേ എങ്കിൽ പോലും ഈ മഴയിൽ കുതിരാത്ത ഒരു ആവേശം നിറഞ്ഞ ഒരു പ്രതിഷേധം തന്നെയാണ് ഡൽഹി പാർലമെന്റ് കവാടത്തിൽ നടക്കുന്നത്. അമിത്ഷാ എത്രയും വേഗം സഭയിലെത്തണം എന്ന് തന്നെയാണ് ആവശ്യം. ലോക്സഭയിലും രാജ്യസഭയിൽ നിന്നും 14 ദിവസം കഴിഞ്ഞു അമിത്ഷാ വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തെ കൂടി കൂട്ടിയാൽ കേവലം 5 ദിവസം മാത്രമാണ് സഭാ സമ്മേളനം അവസാനിക്കാൻ ബാക്കിയുള്ളത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ അദ്ദേഹം സഭയിലെത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വികാരം കൃത്യമായി തന്നെ അമിത്ഷായോട് അറിയിക്കണം എന്നാണ് ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെയുടെ അഭ്യർത്ഥനയ്ക്ക് ശേഷം CP രാധാകൃഷ്ണൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ആവശ്യപ്പെട്ടത്. ആ സമയത്തെല്ലാം പ്രതിരോധിക്കാനായിരുന്നു കിരൺ റിജിജു തയ്യാറായത്. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഏത് സമയത്ത് ഏത് മന്ത്രി വരണം എന്നുള്ളൊരു കാര്യം പറയാനായി പ്രതിപക്ഷത്തിന് അവകാശമില്ല. മല്ലികാർജ്ജുന ഖാർഗെ പ്രതിപക്ഷ നേതൃപദവി ദുരുപയോഗം ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊന്നും ചെവിക്കൊള്ളാനായി CP രാധാകൃഷ്ണൻ തയ്യാറായില്ല. ഉപരാഷ്ട്രപതി പറഞ്ഞത് ഈ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്താണോ അത് അതുപോലെ തന്നെ നിങ്ങൾ പ്രതിഫലിക്കുക, അതിനുശേഷം വരണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ്. ഇത് BJP കേന്ദ്രങ്ങളിൽ കടുത്ത ഞെട്ടലാണ് ഉപരാഷ്ട്രപതിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം 5 മിനിറ്റ് കഴിയുമ്പോൾ സഭ ചേരുന്നതാണ്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു സഭയിലെങ്കിലും അമിത്ഷാ വരുമോ എന്ന കാര്യമാണ് ഉറ്റുനോക്കുന്നത്. പാർലമെന്റ് കവാടത്തിൽ എംപിമാർ ഇപ്പോഴും സമരം തുടരുകയാണ്.